ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള ഒരു ബൈബിൾ പ്രവചനമാണ് ജെറുസലേം ദേവാലയത്തെ നോക്കി യേശുക്രിസ്തു പ്രവചിച്ച ഈ പ്രവചനം. അത് കേട്ട ശിഷ്യന്മാർക്ക് മാത്രമല്ല, കേൾക്കുന്ന ആർക്കും അവിശ്വസനീയമായ ഒരു പ്രസ്താവനയായിരുന്നു അത്. കാരണം ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത വിധം റോമൻ ഗവൺമെൻറ് അതിൻ്റെ ശക്തിയും പ്രൗഢിയും കൈവരിച്ചിരുന്ന കാലത്താണ് റോമൻ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകും എന്ന് പ്രവചിക്കുന്നത്. എന്നാൽ ബൈബിൾ പ്രവചനങ്ങൾ അത്ര പ്രാധാന്യത്തോടെ അല്ലാതെ വീക്ഷിക്കുന്നവരെ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം ചരിത്രത്തിൽ സംഭവിച്ചത്. ഇസ്രയേലിലെ ദാവീദ് നഗരത്തിൽ ടെൽ അവീവ് സർവകലാശാല നടത്തുന്ന ഒരു ഉത്ഖനനത്തിൽ പുരാതനമായ ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറയിൽ നിന്ന് ചുവന്ന രത്നക്കല്ല് പതിച്ച ഒരു സ്വർണ്ണമോതിരം, സ്വർണ്ണക്കമ്മൽ, വെങ്കല കമ്മലുകൾ, ഒരു സ്വർണ്ണ ബീഡ് എന്നിവ കണ്ടെത്തുകയുണ്ടായി. ഈ സ്വർണ്ണ മോതിരത്തിൻ്റെ കാലം നിർണയിച്ചപ്പോഴാണ് അത് ജെറുസലേമിലെ രണ്ടാം ദേവാലയത്തിൻ്റെ കാലഘട്ടത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ജെറുസലേം നിവാസികളുടെ അന്നത്തെ ഉയർന്ന ജീവിത നിലവാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് ഗവേഷകർ അഭിപ്രായപ്പെട്ടു. യഹൂദ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവരുടെ ദൈവാലയം. എന്നാൽ അവർ നിർമ്മിച്ച 2 ദേവാലയങ്ങളും തകർക്കപ്പെട്ടത് ചരിത്രം അടയാളപ്പെടുത്തിയ മഹാസംഭവങ്ങളാണ്. കാരണം യഹൂദ ദൈവാലയം തകർക്കപ്പെട്ടപ്പോഴൊക്കെ അത് ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ സാരമായി ബാധിച്ചു. എന്നാൽ ദൈവാലയത്തിൻ്റെ നാശവും അനുബന്ധ ചരിത്ര സംഭവങ്ങളും ബൈബിൾ മുൻകൂട്ടി വെളിപ്പെടുത്തിയിരുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന വസ്തുത. ലോകചരിത്രം പരിശോധിക്കുമ്പോൾ ലോകത്തിലെ ഏതൊരു ജനതയുടെ ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നതാണ് യഹൂദ ജനതയുടെ ചരിത്രം. ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെയും യഹൂദ ജനത്തിൻ്റെയും ചരിത്രം നിഷ്പക്ഷമായി പഠിക്കുന്ന ഒരാൾക്ക് അവർ ചരിത്രത്തിൽ വരുത്തിയ സ്വാധീനവും അവർക്ക് ചരിത്രത്തിൽ സംഭവിച്ചതുമായ കാര്യങ്ങൾ അത്ഭുതത്തോടെ മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. മനുഷ്യൻ അവിചാരിതം എന്നോ യാദൃച്ഛികം എന്നോ വിളിക്കുന്ന സംഭവങ്ങൾക്ക് പിന്നിൽ സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ കരം ഉണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ ചരിത്രവും നിലനിൽപ്പും മാത്രം പരിശോധിച്ചാൽ മതിയാകും. യഹൂദജനത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന സ്ഥലമായിരുന്നു യഹൂദ ദൈവാലയം. ദൈവാലയ നാശത്തിന് ശേഷം ഇന്നും യഹൂദൻ പ്രാർത്ഥിക്കുന്നത് ദൈവാലയം സ്ഥിതി ചെയ്തിരുന്ന യെരുസലേമിന് നേരെയാണ്. ഒരു 3ാം ദൈവാലയത്തിനായുള്ള യഹൂദൻ്റെ പ്രതീക്ഷ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇസ്രയേലിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ നടത്തി വരുന്നു എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അതിന് മുന്നോടിയായി ബൈബിൾ വെളിപ്പെടുത്തുന്ന ചില പ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിനായി ലോകം ദിനംപ്രതി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. യഹൂദന്മാരുടെ 1ാം ദൈവാലയം ബാബിലോൺ കാലഘട്ടത്തിലും 2ാം ദൈവാലയം റോമൻ കാലഘട്ടത്തിലുമാണ് തകർക്കപ്പെടുന്നത്. 1ാം ദൈവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് യിരെമ്യാ പ്രവാചകനും 2ാം ദൈവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് യേശുക്രിസ്തുവും പ്രവചിച്ച പ്രവചനങ്ങൾ ആക്ഷരികമായാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. 1ാം ദൈവാലയത്തിൻ്റെ നാശത്തിന് ശേഷം ഗംഭീരമായ ഒരു ദൈവാലയം അവർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. യഹൂദൻ്റെ ആദ്യ ദൈവാലയം സോളമൻ രാജാവാണ് നിർമ്മിച്ചത്. എന്നാൽ അത് ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ രാജാവ് നശിപ്പിക്കുകയും യഹൂദന്മാരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. പിന്നീട് പേർഷ്യൻ രാജാവായ കോരശിൻ്റെ കാലത്താണ് അവർക്ക് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോകാനും ദൈവാലയം പുനർനിർമ്മിക്കുന്നതിനുമുള്ള അനുമതിയും ലഭിക്കുന്നത്. മടങ്ങിയെത്തിയ യഹൂദന്മാർ പുരാതന ദൈവാലയത്തിൻ്റെ ഒരു പകർപ്പ് നിർമ്മിച്ച് അവിടെ ആരാധന പുനഃസ്ഥാപിച്ചു. എന്നാൽ ദാരിദ്ര്യം കാരണം അവർക്ക് 1ാം ദൈവാലയത്തിൻ്റെ പ്രൗഢിയോ തിളക്കമോ ഉള്ള ദൈവാലയം നിർമ്മിക്കാൻ സാധിച്ചില്ല. അതിനാൽ ഈ ദൈവാലയത്തിൻ്റെ സമർപ്പണ വേളയിൽ ജനം കരഞ്ഞു പോയതായാണ് എസ്രായുടെ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
യഹൂദ ജനതയുടെ ആ ആഗ്രഹമാണ് ഇപ്പോൾ റോമാക്കാർ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിലെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഹെരോദ രാജാവാണ് ജെറുസലേം ദേവാലയത്തിൻ്റെയും പുനർനിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുന്നത്. തൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മിതി സൃഷ്ടിക്കുക എന്നതായിരുന്നു ഹെരോദാവിൻ്റെ ലക്ഷ്യം. കൂടാതെ തൻ്റെ പ്രജകളായ ജൂതന്മാരെ പ്രീതിപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട്. ഹെരോദാവിൻ്റെ ഭരണത്തിൻ്റെ 18ാമത് വർഷത്തിൽ യഹൂദ ജനതയെ മുമ്പൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത്ര സമൃദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുമെന്നും ജെറുസലേം ദേവാലയം പുനർനിർമ്മിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു എന്നും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയതായി ചരിത്രകാരനായ ജോസീഫസ് രേഖപ്പെടുത്തുന്നു. എന്നാൽ ബാബേൽ പ്രവാസത്തിന് ശേഷം സെറുബാബേൽ നിർമ്മിച്ച ദേവാലയത്തെ പൊളിച്ചു മാറ്റി പുതിയത് പണിയുന്നതിനോട് യഹൂദന്മാർ അനുകൂലിച്ചില്ല. അതിനാൽ അത് പൊളിച്ചു മാറ്റാതെ തന്നെ പുനർനിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഹെരോദാവ് തയ്യാറാക്കിയത്. ദേവാലയ നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ തയ്യാറാക്കുന്നതിനായി അദ്ദേഹം 10,000 ജോലിക്കാരെ നിയമിച്ചു. പുരോഹിതന്മാരല്ലാത്തവർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത ദേവാലയത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ നിർമ്മാണം നടത്താൻ വേണ്ടി മാത്രം 1000 പുരോഹിതന്മാരെ പ്രത്യേകം പരിശീലിപ്പിച്ചതായും ചരിത്രം പറയുന്നു. ദേവാലയത്തിനകത്തെ ബലിപീഠത്തിൽ മനുഷ്യൻ്റെ കരകൗശലത്തിലോ വില കൂടിയ അലങ്കാരത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ മണ്ണുകൊണ്ടോ വെട്ടിമാറ്റാത്ത കല്ലുകൾ കൊണ്ടോ വേണം ബലിപീഠം നിർമ്മിക്കാനെന്ന് ദൈവം മോശയ്ക്ക് കൽപ്പന കൊടുത്തിരുന്നു. അതിൻ പ്രകാരം ഇരുമ്പ് തൊടാതെ ഖനനം ചെയ്ത കല്ലുകൾ ഉപയോഗിച്ചായിരുന്നു ഹെരോദാവ് 2ാം ദേവാലയത്തിൻ്റെ ബലിപീഠം തയ്യാറാക്കിയിരുന്നത്. ദേവാലയ നിർമ്മാണത്തിലെ സ്വർണത്തിൻ്റെ ഉപയോഗമാണ് വളരെ പ്രസക്തമായത്. പുരാതന ലോകത്തിലെ അത്ഭുതങ്ങളിലൊന്നായിരുന്നു ഹെരോദാവ് പുനർനിർമ്മിച്ച ദൈവാലയം എന്നാണ് ജോസീഫസ് രേഖപ്പെടുത്തുന്നത്. കൂടാതെ ദൈവാലയത്തിൻ്റെ മുൻഭാഗം മുഴുവൻ അതിഗംഭീരമായി സ്വർണം കൊണ്ട് പൊതിഞ്ഞതും സ്വർണം പൂശാത്ത ഭാഗങ്ങൾ മഞ്ഞ് മൂടിയ ഒരു പർവ്വതത്തോട് സാമ്യമുള്ളതും ആയിരുന്നു. ദൈവാലയ കവാടത്തിൽ സ്വർണ്ണ മുന്തിരി വള്ളികളും മുന്തിരി കുലകളും കൊണ്ട് അലങ്കാരപ്പെടുത്തിയ തൂണുകൾ ഉണ്ടായിരുന്നു. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉൾപ്പെട്ട വലിയ ചതുരാകൃതിയിലുള്ള മുറി പൂർണ്ണമായും സ്വർണ്ണ തകിടുകൾ കൊണ്ട് മൂടപ്പെട്ടതായിരുന്നു. കൂടാതെ തിരശ്ശീലയ്ക്ക് അടുത്തായി സ്വർണ്ണ ധൂപപീഠവും ദേവാലയത്തിലെ ഏക വെളിച്ച സ്രോതസ്സായ മെനോറ വിളക്ക് ശുദ്ധമായ സ്വർണം കൊണ്ട് നിർമ്മിച്ചതുമായിരുന്നു. ദേവാലയത്തിൻ്റെ പുറംഭാഗം മുഴുവൻ സ്വർണം പൂശുവാൻ ഹെരോദാവ് ആലോചിച്ചിരുന്നെങ്കിലും മതനേതാക്കൾ അതിന് സമ്മതിച്ചില്ല. കാരണം പുറംഭാഗത്ത് പതിച്ചിരുന്ന മാർബിൾ സമുദ്രത്തിലെ തിരമാലകളോട് സദൃശ്യമുള്ളതും നീലയും വെള്ളയും പച്ചയും ചേർന്ന ബഹുവർണ്ണത്തിലുള്ള ഒരു ഗംഭീര കാഴ്ചയായിരുന്നു. ഏകദേശം 20 BC-യിലാണ് ഹെരോദാവ് ക്ഷേത്രം പുനർനിർമ്മിക്കാൻ തുടങ്ങിയതെങ്കിലും AD 63 ആയിട്ടും അതിൻ്റെ പണി പൂർത്തിയായിരുന്നില്ല. എന്നാൽ AD 66 ആയപ്പോഴേക്കും യഹൂദന്മാരുടെ ഇടയിൽ റോമൻ ഭരണത്തോടുള്ള വ്യാപകമായ അതൃപ്തി ഉയർന്നു വന്നു. ഉയർന്ന നികുതി, മതപരവും രാഷ്ട്രീയവുമായ സംഘർഷങ്ങൾ തുടങ്ങിയവ ജൂത കലാപങ്ങൾക്ക് കാരണമായി. ജെറുസലേമിൻ്റെ നിയന്ത്രണം ജൂതവിമതർ പിടിച്ചെടുത്തതോടെ നഗരം തിരിച്ചുപിടിക്കാനും കലാപം അവസാനിപ്പിക്കാനും റോമൻ ജനറൽ വെസ്പേഷ്യൻ്റെയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ടൈറ്റസിൻ്റെയും നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം ജെറുസലേമിന് നേരെ പുറപ്പെട്ടു. റോമൻ സൈന്യം ജെറുസലേമിനെ വളഞ്ഞപ്പോൾ ജൂതന്മാർ ദൈവാലയത്തെ ഒരു കോട്ടയായി ഉപയോഗിച്ചു. മാസങ്ങൾ നീണ്ട കഠിനമായ പ്രതിരോധം മറികടക്കാനുള്ള ഏറ്റുമുട്ടലിൽ റോമൻ സൈന്യം ഒടുവിൽ ദൈവാലയത്തിന് നേരെ തീപ്പന്തം എറിഞ്ഞു. ദൈവാലയം നശിപ്പിക്കാൻ റോമാക്കാർക്ക് ആഗ്രഹമില്ലായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമാം വിധം തീ ആളിപ്പടർന്നു. ദൈവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്വർണം മുഴുവൻ ഉരുകി കൂറ്റൻ കല്ലുകൾക്കിടയിലേക്ക് ഒലിച്ചിറങ്ങി. യുദ്ധം അവസാനിച്ചപ്പോൾ ഈ കല്ലുകൾക്കിടയിലേക്ക് ഉരുകിയിറങ്ങിയ സ്വർണ്ണനിധി ശേഖരിക്കാൻ റോമൻ പട്ടാളക്കാർ ഈ കല്ലുകൾ ഉഴുതുമറിച്ചു. ഈ കൂറ്റൻ കല്ലുകൾ ഉഴുതുമറിക്കാൻ ആനകളെ ഉപയോഗിച്ചുവെന്നും ചില ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നുണ്ട്. ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ട് സന്ദർശിക്കുന്നവർക്ക് ദേവാലയ നിർമ്മാണത്തിന് ഉപയോഗിച്ച കൂറ്റൻ കല്ലുകളും മറ്റും ഉഴുതുമറിച്ച നിലയിൽ ഇന്നും കാണാൻ കഴിയും. എന്നാൽ ഈ കല്ലുകൾ ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ബൈബിളിലെ അക്ഷരികമായി നിവർത്തിച്ച 2 പ്രവചനങ്ങളാണ്. അതിലൊന്ന്
മീകാ പ്രവാചകൻ പ്രവചിച്ച നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെയും ഉഴും, യെരുശലേം കൽക്കുന്നുകളും ആലയത്തിൻ്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും എന്ന പ്രവചനവും യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തെ നോക്കി പ്രവചിച്ച ഇതെല്ലാം കാണുന്നില്ലയോ, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന പ്രവചനവുമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് അവരുടെ ദൈവാലയം നശിപ്പിക്കും വിധം ഒരു അനർത്ഥം സംഭവിച്ചതെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അതുപോലെ സർവശക്തനായ ഒരു ദൈവത്തിന് അത് തടയുവാൻ കഴിയുമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകാം. ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തിൻ്റെ പ്രധാന കാരണം ബൈബിൾ തന്നെ പറയുന്നത് ജീവൻ്റെയും രക്ഷയുടെയും ഉറവിടമായ യേശുക്രിസ്തുവിനെ അവർ തിരസ്കരിച്ചു എന്നതാണ്. ജെരമ്യാ പ്രവാചകൻ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. അവരെൻ്റെ വചനങ്ങളെ കേട്ടനുസരിക്കാത്ത പൂർവ്വപിതാക്കന്മാരുടെ അകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞു. അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു. ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രയേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്ത ഒരു അനർത്ഥം ഞാൻ അവർക്ക് വരുത്തും. അവർ എന്നോട് നിലവിളിച്ചാലും ഞാൻ കേൾക്കയില്ല. ഈ പ്രവചന വാക്യങ്ങളോടൊപ്പം ദൈവത്തിൻ്റെ വഴികളും ആലോചനകളും മനുഷ്യൻ്റെ ബുദ്ധിക്ക് അപ്പുറത്താണെന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം അംഗീകരിക്കേണ്ടതുണ്ട്. കാരണം യഹൂദൻ്റെ തിരസ്കരണമാണ് ജാതികളിലേക്ക് ദൈവകൃപ ചൊരിയുന്നതിന് കാരണമായത്. യോഹന്നാൻ സുവിശേഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ചരിത്രത്തിലെ മറ്റൊരു ബൈബിൾ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.